Good morning. Once again, welcome back all of you. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷ്യോ അനാലിസിസ് എന്നുള്ള ഒരു ചാപ്റ്ററിലാണ് നിലകൊള്ളുന്നത്. അതിൽ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ അവസാനമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു കൺസെപ്റ്റാണ്. റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് ഡ്യൂപോണ്ട് കൺട്രോൾ ചാർട്ട്. ഡ്യൂപോണ്ട് കൺട്രോൾ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് നോക്കാം. ഡ്യൂപോണ്ട് കമ്പനി ഓഫ് USA has developed a chart showing the various factors affecting ROI. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഷെയർ ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മേലിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഒരു റിട്ടേൺ, ആ റിട്ടേണിലേക്ക് എത്തിയിട്ടുള്ള ആ കമ്പനി അത്രയും റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തി നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് മേഖലകൾ, ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സുകളെല്ലാം ഒരു ചാർട്ട് രൂപേണ തയ്യാറാക്കിയിട്ട് ഡ്യൂപോണ്ട് കമ്പനി, USA ഒരു കമ്പനി ഒരു ചാർട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ചാർട്ടിനെയാണ് ഡ്യൂപോണ്ട് കൺട്രോൾ ചാർട്ട് എന്ന് വിളിക്കുന്നത്. അതാണ് ഡ്യൂപോണ്ട് കമ്പനി ഓഫ് USA ഹാസ് ഡെവലപ്ഡ് എ ചാർട്ട് ഷോവിങ് ദ വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. This chart is known as DuPont control chart or simply DuPont chart. DuPont chart എന്ന് നമ്മളതിനെ വിളിക്കുന്നു. The chart shows the various forces which affect ROI. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ എന്നുള്ളത് ഈ ഒരു ചാർട്ടിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഒരു സാധാരണ ഒരു ചാർട്ട്, ഒരു ഫ്ലോ ചാർട്ടോ ഒക്കെ വരക്കുന്നത് പോലെ താഴേക്ക് എഴുതുന്ന ഒരു ചാർട്ട്, അതാണ് ഈ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ ചില എമൗണ്ടുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാൻ കാണിക്കുന്നുണ്ട്, ചില ഐറ്റംസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ, ചിലത് പ്ലസ് ചെയ്യാനൊക്കെ കാണിക്കുന്നുണ്ട്. അത് ആ ഒരു ചാർട്ട് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ റേഷ്യോസും സിമ്പിളായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ചാർട്ടിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഡ്യൂപോണ്ട് ചാർട്ട്. ഡ്യൂപോണ്ട് ചാർട്ടിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ROI എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെയാണിത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും അവസാനം ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ഒന്നാണ് അല്ലേ, എമൗണ്ട്. ഏറ്റവും അവസാനം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും എല്ലാവർക്കും റിട്ടേൺ, അവർ നൽകിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേൽ ലഭിക്കുന്ന റിട്ടേൺ ആണ് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നു, മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് റേഷ്യോസും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ വരുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇതിൻ്റെ മുൻപ് വരുന്ന രണ്ട് കാര്യങ്ങളാണ്, അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ഇൻറ്റു സൈൻ ചിഹ്നം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഇൻറ്റു ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ചെയ്യുന്ന സമയത്താണ് നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിക്കുന്നത് അല്ലേ. ഇന്നലെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ അവസാനം പറഞ്ഞിരുന്നു എന്ത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ROI ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഈ ചാർട്ടിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഹരിക്കണം സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഹരിക്കണം സെയിൽസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടിയിരുന്നത് അല്ലേ. മുമ്പ് പഠിച്ചത് ഓർമ്മയല്ലേ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്. പഠിച്ചത് ഓർക്കുന്നില്ലേ? ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ലഭിച്ചത് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, സൈൻ അവിടെ ഉണ്ട്, ശ്രദ്ധിക്കണേ. സെയിൽസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കും.
ആ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും. ആ പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂടി കുറക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലഭിക്കും. ഓക്കെ, അതാണ് ആ ചാർട്ടിൽ കാണിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ഏരിയ ആണ് നമ്മുടെ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ നമുക്ക് എങ്ങനെയായിരുന്നു ലഭിച്ചിരുന്നത്? സെയിൽസ് ക്യാപിറ്റൽ എംപ്ലോയിഡുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലേ, സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ സിഗൽ ടു സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി അവിടെ വരുന്ന മറ്റൊന്നാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെയാണ് ലഭിക്കുക? ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ മുമ്പ് പഠിച്ചു, ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചു. മൊത്തം ഫിക്സ്ഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് ആയിരിക്കാമെന്ന് പറഞ്ഞു. മേ ബി നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ എടുത്തത്. കറണ്ട് അസറ്റിന് പകരം വർക്കിംഗ് ക്യാപിറ്റൽ എടുത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് എന്നുള്ളത് നമുക്കറിയാം. അതാണ് അതിൻ്റെ ചുവടെ നൽകിയിട്ടുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഒരു മെയിനായിട്ട് വരുന്ന റേഷ്യോസ് എല്ലാം ഈ ഒരു ഡ്യൂപോണ്ട് ചാർട്ടിൽ ഈ ഒരു കമ്പനി, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കമ്പനി ഡ്യൂപോണ്ട് കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഏതൊക്കെ പ്രോസസ്സിങ്ങിലൂടെയാണ് കടന്നത്, അവിടെ എന്തൊക്കെ ആഡും ഏതൊക്കെ മൈനസും ഏതൊക്കെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്താണ് ഡ്യൂപോണ്ട് ചാർട്ട് എന്ന് ചോദിച്ചാൽ, ഡ്യൂപോണ്ട് കമ്പനി, അമേരിക്കയിലെ കമ്പനി, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്ന ഓരോ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചാർട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ചാർട്ടിനെയാണ് ഡ്യൂപോണ്ട് ചാർട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഇതാണ് ഡ്യൂപോണ്ട് കമ്പനി ഓഫ് USA ഹാസ് ഡെവലപ്ഡ് എ ചാർട്ട് ഷോയിങ് ദ വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. This chart is known as DuPont chart. The chart shows the various forces which affect return on investment. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസ് ഈ ഒരു ചാർട്ടിൽ കാണിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോരോ ഫോഴ്സും. ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും അതിൽ പെട്ടു. ഇതാണ് ഡ്യൂപോണ്ട് ചാർട്ട്. സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഒരുപാട് റേഷ്യോസ് ഇപ്പോൾ പഠിച്ചു അല്ലേ, ഒരുപാട് പഠിച്ചു. ആദ്യം പഠിച്ചതൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ മറന്നിട്ടുണ്ടാകും, കാരണം അതിന് മാത്രം ഇക്വേഷൻസും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. എന്താ വെച്ചാൽ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ റേഷ്യോസും നിങ്ങൾ ഒരു പേപ്പറിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ, എല്ലാം കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സൗകര്യമായിരിക്കും. ഏതായാലും ഇനി ഈ റേഷ്യോസൊക്കെ പഠിച്ചല്ലോ, ആ പഠിച്ചത് വല്ല ഉപകാരത്തിലും പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾ നമുക്ക് നൽകാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു റേഷ്യോസ് ഉപയോഗിച്ച് ഫൈനലി ഒരു എസ്സേ പ്രോബ്ലം ചെയ്യാനുണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം റേഷ്യോസ്. നമുക്ക് ഒരുപാട് റേഷ്യോസും ചില അമൗണ്ടുകളൊക്കെ നൽകും. പ്രോബ്ലത്തിൽ ഒരുപാട് റേഷ്യോസ് നൽകും, അതുപോലെ തന്നെ ചിലതിൻ്റെ അമൗണ്ടും തരും. അത് തന്നിട്ട് ഒരു ബാലൻസ് ഷീറ്റ് നിർമ്മിക്കാൻ പറഞ്ഞാൽ നമുക്ക് സാധിക്കണം, കാരണം അതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഓരോരോ സിമ്പിളായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് പോവാം. എന്നിട്ട് ലാസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റും മറ്റൊരു ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഒന്ന് രണ്ട് ചെറിയ റേഷ്യോസ് ഉപയോഗിച്ച് അതിൻ്റെ എമൗണ്ട് കണ്ടെത്തുന്ന പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ, ദ കറണ്ട് റേഷ്യോ ഓഫ് എ ഫേം ഈസ് 2.5:1. കറണ്ട് റേഷ്യോ, ഫേമിൻ്റെ കറണ്ട് റേഷ്യോ 2.5:1 ആൻഡ് ദി എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് 30,000. ഫൈൻഡ് ഔട്ട് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. നേരത്തെ നമ്മൾ പഠിച്ചത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ഒക്കെ നൽകിയിട്ട് കറണ്ട് റേഷ്യോ കണ്ടെത്താനായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ നൽകിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും കണ്ടെത്താനാണ് പറഞ്ഞത്. സിമ്പിളാണ്. നമ്മൾ കറണ്ട് റേഷ്യോ കണ്ടെത്തിയത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കാണുന്നത്. ആദ്യം എന്ത് ചെയ്യുക? കറണ്ട് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ത്?
നമ്മൾ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ മനസ്സിലുണ്ടാവണം. ആ ഇക്വേഷൻ ആദ്യം ഇങ്ങോട്ട് എടുത്തെഴുതുക. എന്തായിരുന്നു ഇക്വേഷൻ? പറയാം. എന്തായിരുന്നു ഇക്വേഷൻ? കറണ്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. ഈ ഒരു നൽകിയിട്ടുള്ള എമൗണ്ടുകൾ ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. സ്വാഭാവികമായിട്ടും ഈ ഒരു കറണ്ട് റേഷ്യോ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. കറണ്ട് റേഷ്യോ എത്രയാണ് നൽകിയിട്ടുള്ളത്? 2.5:1. ഈ ഒരു കറണ്ട് റേഷ്യോ ആണത്. ഓക്കെ, 2.5:1. ഇത് തന്നെ നമുക്ക് ഇതുപോലെ എഴുതാം. 2.5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കറണ്ട് അസറ്റാണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 2.5/1 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. കാരണം എന്താ? കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി ഇതുപോലെയാണല്ലോ നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ എമൗണ്ടാണ് 2.5, ലയബിലിറ്റിൻ്റെ എമൗണ്ടാണ് 1 എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇത് നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലും നൽകിയിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? കിട്ടിയിട്ടുള്ള ആൻസർ നൽകുക. ബാക്കിയുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടത് നമുക്ക് കണ്ടെത്താം. ഇവിടെ നമുക്ക് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസാണ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് നൽകിയത് കൊണ്ട് ഈസിയാണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. എന്താണ് കറണ്ട് ലയബിലിറ്റി ആണല്ലോ ഈ 1 ആയിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് കറണ്ട് അസറ്റ് എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ നൽകിയത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് കണ്ടെത്താൻ കഴിയും. കാരണം എന്താ? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി അല്ലേ? കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാലുള്ള എമൗണ്ടാണ് 30,000 എന്ന് നമുക്കറിയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് ആ ഒരു പ്രോബ്ലം ആൻസർ ചെയ്യുന്നത് എങ്ങനെയൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്തതുപോലെ കറണ്ട് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എടുത്ത് എഴുതാം. കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, അത് ചെയ്താൽ നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. 2.5/1 എന്നുള്ള രീതിയിലും വേണമെങ്കിൽ എഴുതാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ലെറ്റ് കറണ്ട് ലയബിലിറ്റി ബി എക്സ്. കറണ്ട് ലയബിലിറ്റീസിനെ നമ്മൾ എക്സ് എന്ന് നൽകുകയാണെങ്കിൽ, കാരണം കറണ്ട് ലയബിലിറ്റീസ് എത്രയാണ് എന്ന് നമുക്ക് നൽകിയിട്ടില്ല, റേഷ്യോ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഓക്കെ, എത്ര എമൗണ്ട് എന്ന് നമുക്ക് നൽകിയിട്ടില്ല. കറണ്ട് ലയബിലിറ്റി എക്സ് ആണെങ്കിൽ കറണ്ട് അസറ്റ് എന്തായിരിക്കും? കറണ്ട് ലയബിലിറ്റി എക്സ് ആണെങ്കിൽ കറണ്ട് അസറ്റ് എന്തായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കുക, കറണ്ട് ലയബിലിറ്റി എക്സ് ആണെങ്കിൽ കറണ്ട് അസറ്റ് എന്തായിരിക്കും? ഈ മുകളിലുള്ളതല്ലേ, അതാണ് 2.5x ആയിരിക്കും കറണ്ട് അസറ്റ്. കറണ്ട് ലയബിലിറ്റി 1 ദാറ്റ് ഈസ് 1x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ് എന്തായിരിക്കും? 2.5 അല്ലേ കറണ്ട് അസറ്റ്? അങ്ങനെയാണെങ്കിൽ 2.5x ആയിരിക്കും എന്ത്? കറണ്ട് അസറ്റ് എന്നുള്ളത് നമുക്ക് അറിയാം. എക്സ് ആയിട്ട് ലയബിലിറ്റി എക്സ് ആണെങ്കിൽ 1x ആണെങ്കിൽ കറണ്ട് അസറ്റ് 2.5x ആയിരിക്കും. ഓക്കെ അല്ലേ? ബേസിക് മാത്സ് ആണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്സ് ഒന്നുമല്ല. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡിഫറൻസ്. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്, ഒന്ന് ക്ലിയർ ചെയ്യണ്ടേ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ നൽകിയിട്ടുണ്ട്. എത്ര? 30,000 നൽകിയിട്ടുണ്ട്. ഈ ഒരു 30,000 എത്രയാണ്? ഈ ഒരു റേഷ്യോയിൽ പറയുകയാണെങ്കിൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കണമെങ്കിൽ അസറ്റ് മൈനസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി. കറണ്ട് അസറ്റ് എത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? 2.5 ആണ് കറണ്ട് അസറ്റ്. മൈനസ് കറണ്ട് ലയബിലിറ്റി എത്രയാണ്? 1x ആണ്. ഓക്കെ, 2.5x കറണ്ട് അസറ്റും 1x കറണ്ട് ലയബിലിറ്റിയുമാണ്. അപ്പോൾ 2.5ൽ നിന്ന് 2.5xൽ നിന്ന് 1x കുറച്ചാൽ ഇനി എത്ര ഉണ്ടാവുക? 2.5ൽ നിന്ന് 1 കുറച്ചാൽ 1.5x ബാക്കി ഉണ്ടാവും. ഇതാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ ആണല്ലോ. ആ റേഷ്യോയിലും അതിന് സെയിം തന്നെയാണ് വരിക. നമ്മൾ എമൗണ്ടിൽ ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത് പോലെ തന്നെയാണ് കറണ്ട് അസറ്റിൻ്റെ റേഷ്യോയിൽ നിന്ന് കറണ്ട് ലയബിലിറ്റിയുടെ റേഷ്യോ കുറച്ചാൽ കിട്ടുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റേഷ്യോ ആണ്.
അതാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റേഷ്യോ. അപ്പോൾ എത്രയാണ്? 1.5 ആണ്. അത് നമ്മൾ താഴേക്ക് എഴുതി. എന്ത്? ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ 30,000 എന്ന് പറഞ്ഞാൽ എന്താണ്? 1.5x ആണ് 30,000. ഓക്കെ. ഇനി അതുകൊണ്ട് തന്നെ എക്സ് ഓർ കറണ്ട് ലാബിലിറ്റി വിൽ ബി, കറണ്ട് ലാബിലിറ്റി എന്തായിരിക്കും? ഈ 1.x എന്ന് പറഞ്ഞു, എക്സ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇൻറ്റു എന്നല്ലേ. 1.5x എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എക്സ് എന്നാണ് അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു എക്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1.5x ഇസ് ഈക്വൽ ടു 30,000 ആണ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു എക്സിനെ ഇവിടെ നിർത്തുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 30,000 ഡിവൈഡഡ് ബൈ 1.5 ആവും. ഇവിടെ ഇൻറ്റു ഉള്ള ആരായിട്ട് എന്താവും? സമയത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു എന്നുള്ളത് എന്താവും? ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും. ഇൻറ്റു ഉള്ളത് എന്താവും? ഡിവൈഡഡ് ബൈ ആവും. ഹരിക്കണം എന്നുള്ളതാണെങ്കിൽ ഇൻറ്റു അങ്ങനെ ആവുന്നത് ബേസിക് മാത്സ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ 1.5x ഇസ് ഈക്വൽ ടു 30,000. ഓക്കെ. അത് എക്സിനെ ഇവിടെ നിർത്തിയിട്ട് 1.5നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇൻറ്റു എന്നുള്ളത് ഹരിക്കണമെന്നാവും. ഓക്കെ. അപ്പോൾ നമുക്ക് അത് ചെയ്യുന്ന സമയത്ത് 30,000 ഡിവൈഡഡ് ബൈ 1.5 ചെയ്യുമ്പോൾ നമുക്ക് 20,000 കിട്ടും. 20,000 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആണ് 20,000. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? എക്സ് ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ലെറ്റ് കറണ്ട് ലാബിലിറ്റി ബി എക്സ്, ലാബിലിറ്റിനെ എക്സ് ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള 20,000 എന്താണ്? എക്സ് ആണ്. എക്സ് 20,000 എന്ന് പറഞ്ഞാൽ കറണ്ട് ലാബിലിറ്റി 20,000 എന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള ഐറ്റം എന്താണ്? ഒന്നാമത്തത് കറണ്ട് ലാബിലിറ്റി എന്ത് എന്നുള്ളതാണ്. ലാബിലിറ്റി നമുക്ക് കിട്ടി, 20,000 ലഭിച്ചു. കറണ്ട് ലാബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അസറ്റ് കാണാൻ എളുപ്പമല്ലേ? കാരണം എന്താ? ദെൻ കറണ്ട് അസറ്റ് വിൽ ബി 2.5x ആണ്. 2.5x എന്ന് പറഞ്ഞാൽ എക്സ് 20,000 ആണെന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ 2.5x എന്ന് പറഞ്ഞാൽ 2.5 ഇൻറ്റു 20,000 ചെയ്താൽ നമുക്ക് ആൻസർ ലഭിക്കും. ഓക്കെ. 50,000 ആണെന്ത്? കറണ്ട് അസറ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ ആൻസർ ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് ഇക്വേഷനിൽ നമ്മൾ ആ ഒരു റേഷ്യോസ് അപ്ലൈ ചെയ്യുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് കറണ്ട് ലാബിലിറ്റിയും അസറ്റും നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ലാബിലിറ്റിയോ അസറ്റോ ഏതെങ്കിലും ഒന്ന് എക്സ് ആയിട്ട് പരിഗണിക്കുക. ഇവിടെ നമ്മൾ ലാബിലിറ്റിയാണ് പരിഗണിച്ചത്, കാരണം അതാണ് എളുപ്പം. കാരണം എന്താ? അതാണ് ഒന്നിലേക്ക് ചെയ്തിട്ടുള്ളത്, ഡിനോമിനേറ്ററായിട്ട് കൊടുത്തിട്ടുള്ളത് അതാണല്ലോ. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ സുഖം അതാണ്. അതുകൊണ്ടാണ് ലാബിലിറ്റി എക്സ് ആയിട്ട് നമ്മൾ പരിഗണിച്ചത്. എന്നിട്ട് അതിൻ്റെ ആനുപാതികമായിട്ട് 2.5 കറണ്ട് അസറ്റ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ നൽകിയത് കൊണ്ട് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയുടെയും എമൗണ്ട് ലഭിക്കും. ഈ ഒരു രീതിയിലാണ് റേഷ്യോ ലഭിച്ചാൽ അതിൽ നിന്ന് നമ്മൾ എമൗണ്ട് കണ്ടെത്താറ്. ഇത്തരത്തിൽ ഒരുപാട് എമൗണ്ടുകൾ കണ്ടെത്തിയിട്ട് അവസാനം ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ 2, ദ ഫോളോവിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ കമ്പനി ആർ ഗിവൺ. കറണ്ട് ലാബിലിറ്റീസ് 50,000, കറണ്ട് റേഷ്യോ 2.5:1, ലിക്വിഡ് റേഷ്യോ 1.25:1. ഇവിടെ ലിക്വിഡ് റേഷ്യോ നൽകിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും കാണാനാണെങ്കിൽ ശ്രദ്ധിക്കണേ, കറണ്ട് അസറ്റും അതുപോലെ തന്നെ കറണ്ട് ലാബിലിറ്റിയും കാണണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കറണ്ട് റേഷ്യോ ലഭിച്ചാൽ മതി. ഇനി നമ്മളോട് ലിക്വിഡ് അസറ്റ് ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ അത് കറണ്ട് റേഷ്യോ ഉണ്ടായിട്ട് കാര്യമില്ല, അവിടെ നമുക്ക് ലിക്വിഡ് റേഷ്യോ വേണം. അതുകൊണ്ടാണ് ഈ പ്രോബ്ലത്തിൽ ലിക്വിഡ് റേഷ്യോ നൽകിയിട്ടുള്ളത്. കാരണം ഇതിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന ഐറ്റംസ് ചുവടെ നോക്കുക. കറണ്ട് അസറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റേഷ്യോ ഉപയോഗിക്കാം. ദെൻ ലിക്വിഡ് അസറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റേഷ്യോവും ഉപയോഗിക്കാം. വർക്കിംഗ് ക്യാപിറ്റലും കാണാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റോക്കും കാണാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് ഈ 2 റേഷ്യോ തന്നെ ധാരാളം മതി. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇനി എന്തൊക്കെ കാണാം, ഈ ഒരു 4 ഐറ്റംസ് എമൗണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് കണ്ടെത്തുക? ഇപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെയാണ്, സെയിം ആയിട്ടുള്ളത് തന്നെയാണ്. ആദ്യം കറണ്ട് റേഷ്യോ കാണാൻ എങ്ങനെയാണ്?
കറണ്ട് റേഷ്യോ സോറി കറണ്ട് റേഷ്യോ അല്ല, കറണ്ട് അസറ്റ് കാണാൻ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെ? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലേ. ഓക്കെ, ഇവിടെ കറണ്ട് ലയബിലിറ്റി എമൗണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലേറെ എളുപ്പമായി. കറണ്ട് അസറ്റിൻ്റെ 2.5 ആണ്, കറണ്ട് ലയബിലിറ്റി 50,000 അപ്പോൾ ചെയ്യാൻ എളുപ്പമാണല്ലോ. കറണ്ട് ലയബിലിറ്റി അതുപോലെ തന്നെ കറണ്ട് അസറ്റാണ് ഈ റേഷ്യോയിൽ കാണിക്കുന്ന 2.5ഉം അതുപോലെ തന്നെ 1ഉം. ഇവിടെ കറണ്ട് ലയബിലിറ്റി 50,000 എന്ന് പറഞ്ഞാൽ ഈ 1 ആണ് ഈ 50,000. അപ്പോൾ അസറ്റ് എന്തായിരിക്കും? 50,000 ഇൻറ്റു 2.5 ആയിരിക്കും അസറ്റ്. അതായത് ചെറിയ കുട്ടിക്കും അറിയും, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് എന്താ, ഈ അസറ്റും അവിടെ നേരിട്ട് തന്നെ കിട്ടി. ഇൻറ്റു 2 ചെയ്യുമ്പോൾ തന്നെ 1,00,000 ആവും. പിന്നെ 0.5 ചെയ്യുമ്പോൾ ഒരു 50,000, അങ്ങനെ 1,50,000 50,000 അപ്പം 0.5ൻ്റെ 25 ആയിരിക്കും. 1,25,000 നമുക്ക് ആൻസർ അവിടെ ലഭിക്കും. ഓക്കെ, ദെൻ ലിക്വിഡ് അസറ്റ് കാണാൻ, ലിക്വിഡിറ്റി അസറ്റ് കാണാനുള്ള എൻട്രി ചെയ്താൽ എങ്ങനെ? ലിക്വിഡ് അസറ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ലിക്വിഡ് റേഷ്യോ കാണാനുള്ള റേഷ്യോ എന്തായിരുന്നു? ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ലിക്വിഡ് റേഷ്യോ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, കറണ്ട് ലയബിലിറ്റിയും തന്നിട്ടുണ്ട്. ലിക്വിഡ് റേഷ്യോ 1.25 ആണ്, കറണ്ട് ലയബിലിറ്റി എത്രയാണ്? 50,000 ആണ്. അപ്പോൾ ഇതിനെ 1.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഒരു എമൗണ്ടും നമുക്ക് ലിക്വിഡ് അസറ്റും ലഭിക്കും. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ലഭിക്കാൻ എളുപ്പമാണ്. കറണ്ട് അസറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസും നൽകിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റലും ലഭിക്കും. പിന്നെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ലിക്വിഡ് അസറ്റും അതുപോലെ തന്നെ കറണ്ട് അസറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടാണ് ലിക്വിഡ് അസറ്റ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? കറണ്ട് അസറ്റിൽ നിന്ന് ലിക്വിഡ് അസറ്റ് കുറച്ചാൽ ഒരു എമൗണ്ട് ബാക്കി ഉണ്ടാവും, അതെന്തായിരിക്കും? സ്റ്റോക്ക് ആയിരിക്കും. ഓക്കെ, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എമൗണ്ട് കണ്ടെത്താൻ സാധിക്കും. ഏതായാലും ആ ആൻസർ ഒന്ന് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അത് കറണ്ട് അസറ്റ് കാണാൻ കറണ്ട് റേഷ്യോ കാണുന്ന ആ ഒരു ഫോർമാറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതും. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി സിക്കൽ ടു 2.5:1 എന്നുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് ലഭിച്ചത് എഴുതും. എന്നിട്ട് കറണ്ട് അസറ്റ് എത്രയെന്ന് നമുക്കറിയില്ല, പക്ഷേ കറണ്ട് ലയബിലിറ്റി എത്രയെന്ന് നമുക്കറിയാം. ഇനി കറണ്ട് അസറ്റ് കാണാൻ ഒരൊറ്റ ഐഡിയ ഉള്ളൂ. ഇവിടെ എന്താണ്? ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യുക? സമത്തിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഇൻറ്റു എന്നുള്ളതാവും. അങ്ങനെ 50,000 ഇൻറ്റു 2.5 ദാറ്റ് ഈസ് 1,25,000 എന്താണ്? കറണ്ട് അസറ്റ് നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ ലിക്വിഡ് അസറ്റ് കാണാൻ ലിക്വിഡ് റേഷ്യോ നമ്മൾ ഉപയോഗിക്കും. ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി 1.25:1 ആണ്. ലിക്വിഡ് അസറ്റ് എത്രയെന്ന് നമുക്കറിയില്ല, അതാണ് കണ്ടെത്തേണ്ടത്. ലയബിലിറ്റി നമുക്കറിയാം 50,000 ആണെന്ന് അറിയും. സ്വാഭാവികമായിട്ടും മുകളിൽ ചെയ്തതുപോലെ തന്നെ 50,000 ഇൻറ്റു 1.25 ചെയ്താൽ നമുക്ക് 62,500 എന്തായി? ലിക്വിഡ് അസറ്റ് എന്നുള്ള ആ ഒരു ഗണത്തിൽ നമുക്ക് ലഭിച്ചു. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ ഈസിയാണ്, എല്ലാവർക്കും അറിയാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് അസറ്റ് എത്രയാണ് നമുക്ക് ലഭിച്ചത്? 1,25,000 ആണ്. ദെൻ കറണ്ട് ലയബിലിറ്റി നമുക്ക് ഓൾറെഡി പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 50,000 ചെയ്യുമ്പം 75,000 ആൻസർ ലഭിക്കും. അതാണെന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ സ്റ്റോക്ക് കാണാൻ നമുക്കറിയാം, കറണ്ട് അസറ്റ് നിന്ന് ലിക്വിഡ് അസറ്റ് മൈനസ് ചെയ്താൽ ലഭിക്കുന്ന ബാക്കി എമൗണ്ട് എന്താണ്? സ്റ്റോക്കാണ്. ഇതിവിടെ ചെയ്തു. കറണ്ട് അസറ്റ് 1,25,000 ലിക്വിഡ് അസറ്റ് 62,500 ആണ്. അത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 62,500 ലഭിക്കും. അതെന്താണ്? സ്റ്റോക്കിൻ്റെ എമൗണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ആ ഒരു പ്രോബ്ലം ഇതുവരെ ചെയ്തിട്ടുള്ള റേഷ്യോസ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾ സ്വന്തമായിട്ട് അതും ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇത് സിമ്പിളായിട്ടുള്ളതാണ്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ കുറച്ച് റേഷ്യോസ് കൂടി ഇതുപോലെ ചെയ്തിട്ട് പിന്നീട് ഒരു ബാലൻസ് ഷീറ്റും ചെയ്യുന്ന രീതി നമുക്കൊന്ന് പരീക്ഷിക്കാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും see you.